ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളിലെ മെമ്പർമാരുടെ ഫോൺ നമ്പർ എങ്ങനെ എളുപ്പത്തിൽ കോപ്പി ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെല്ലാവരും പല വാട്സപ്പ് ഗ്രൂപ്പുകളിലെയും മെമ്പർമാരാണ്. എന്തെങ്കിലും ഒരു ആവശ്യത്തിനു വേണ്ടി ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലെ എല്ലാ ഫോൺ നമ്പേഴ്സും കോപ്പി ചെയ്തെടുക്കേണ്ടത് ആവശ്യമായി വന്നാൽ സാധാരണ രീതിയിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഗ്രൂപ്പിലെ ഓരോ മെമ്പർമാരുടെയും കോൺടാക്റ്റ് ഇൻഫർമേഷനിൽ പോയി അവരുടെ പേരും നമ്പറും കോപ്പി ചെയ്തെടുക്കും. എന്നാൽ ഇതിനുള്ള ഒരു എളുപ്പ വഴിയാണ് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് വാട്സപ്പിലെ കോൺടാക്റ്റ് നമ്പർ എക്സലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നാണ് നോക്കുന്നത്. ഇതിലാദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറോ കോമോ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് web.whatsapp.com എൻ്റർ ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് വാട്സാപ്പ് കമ്പ്യൂട്ടർ തുറക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്ക്രീനായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇവിടെ ഒരു QR കോഡ് കാണാം. ഈ QR കോഡിനെ വാട്സാപ്പിലെ സെറ്റിങ്ങിൽ പോയി വാട്സാപ്പ് വെബ് ആൻഡ് വിൻഡോസ്, വാട്സാപ്പ് വെബ് ആൻഡ് ഡെസ്ക്ടോപ്പ് എന്നുള്ള മെനുവിൽ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അവിടെ പോയിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന QR കോഡിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സ്കാൻ ചെയ്ത് ഇത് വാലിഡേറ്റ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇത് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് എന്താണോ നമ്മുടെ മൊബൈൽ കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലും കാണാൻ സാധിക്കും. നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളും നമ്മുടെ എല്ലാ ചാറ്റുകളും ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഈ ചെയ്യേണ്ടത് നമ്മൾ ഏത് ഗ്രൂപ്പിലെ കോണ്ടാക്റ്റ് നമ്പേഴ്സ് ആണോ നമുക്ക് കൊണ്ടുവരേണ്ടത് ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ നമുക്കറിയാം, ഒരു ഗ്രൂപ്പ് തുറക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ ഗ്രൂപ്പ് ടൈറ്റിൽ കാണാം. അതിൻ്റെ താഴെ അതിൻ്റെ കോണ്ടാക്റ്റുകളുടെ ഒരു ലിസ്റ്റ് കാണാം. ഓക്കെ, ആ കോണ്ടാക്റ്റുകളുടെ ലിസ്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ മൗസ് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള കോണ്ടാക്റ്റുകൾ എല്ലാം, അതായത് ആ ഗ്രൂപ്പിലുള്ള എല്ലാ കോണ്ടാക്ട് നമ്പേഴ്സും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണും. ഇതിലാദ്യത്തിൽ നമ്മുടെ അടുത്തുള്ള കോണ്ടാക്റ്റുകളുടെ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള പേരുകൾ കാണാം. അതിനുശേഷം കോണ്ടാക്ട് ലിസ്റ്റിലില്ലാത്ത നമ്പേഴ്സ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണും. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. നമ്മൾ മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുള്ള സബ് മെനു പ്രസ് ചെയ്യണം. ഇൻസ്പെക്ട് സബ് മെനു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ സോഴ്സ്, ഇതിൻ്റെ HTML സോഴ്സ് കാണാൻ സാധിക്കും. ഇവിടെ പോയി ഇവിടെ ഓൾറെഡി അത് സെലക്ട് ചെയ്തിരിക്കുകയാണ്, ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി എന്നുള്ള ഓപ്ഷൻ കിട്ടും. ഇവിടെ കോപ്പി എലമെൻ്റ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? കോപ്പി ചെയ്ത ഇൻഫർമേഷൻ, നമ്മൾ ക്രോമിൽ നിന്ന് കോപ്പി ചെയ്ത ഇൻഫർമേഷൻ എക്സൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന രൂപമാണിത്. ഇവിടെ തുടക്കത്തിൽ ഒരു സ്പാൻ എന്നുള്ള ഒരു ടാഗ് കോപ്പി ചെയ്യപ്പെടും. അതിന് നമ്മൾ റിമൂവ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ ഒരു പേരുമുണ്ട്. ആ പേര് നമ്മുടെ കോണ്ടാക്റ്റിൽ ഓൾറെഡി സേവ് ചെയ്തതാണ്, അതുകൊണ്ടാണ് പേര് കാണുന്നത്. അപ്പോൾ പേര് ഡിസ്പ്ലേ ചെയ്യുന്നതാണെങ്കിൽ അതൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കോണ്ടാക്റ്റിലുള്ള കോണ്ടാക്റ്റ് തന്നെയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് അതിന് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് ഈ ടാഗ് കാണാൻ സാധിക്കും. അപ്പോൾ കൺട്രോൾ എൻ്റെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റിലേക്ക് പോവാം. ഇവിടെയും കണ്ടില്ലേ, ഇവിടെ യു എന്ന് പറയുന്ന ഞാനാണ്, അതിൻ്റെ ഓണറാണ്, ആ മൊബൈലിൻ്റെ ഓണറാണ്, അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റാണ് കാണുന്നത്. അതിനെയും നമ്മൾ റിമൂവ് ചെയ്യണം. ഓക്കെ, ഇനി ഇത് നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലും ഇതുപോലെ ഈ കോണ്ടാക്റ്റുകളുടെ ഇടയിലും ഇതുപോലെയുള്ള ഒരു ടാഗ് കാണാം, അതിനെയും റിമൂവ് ചെയ്യണം. ഇവിടെ കണ്ടില്ലേ, പേരുകളുണ്ട്, മറ്റൊന്ന് പേരില്ലാത്ത കുറച്ച് നമ്പേഴ്സും ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പേരില്ലാത്ത നമ്പറുകൾ ഉണ്ടോ. ഈ പേരില്ലാത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ഈ കോണ്ടാക്ട് ഇൻഫർമേഷൻ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ സേവ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. അതേസമയം ഈ പേരുകൾ ഡിസ്പ്ലേ ചെയ്യുന്നത് ഓൾറെഡി നമ്മുടെ കോണ്ടാക്റ്റിൽ സേവ് ചെയ്തതാണെന്ന് അർത്ഥം. അപ്പോൾ കോണ്ടാക്റ്റിൽ സേവ് ചെയ്തത് നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അതിനെ നമുക്ക് റിമൂവ് ചെയ്യണം. ഇതൊരു ടാസ്ക് ആണ്. മറ്റൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനെല്ലാം
ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ ആണ്. ഇതിനെ നമുക്ക് വെർട്ടിക്കൽ ആക്കണം. അപ്പോൾ ഇതിനെ ഫസ്റ്റ് നമുക്ക് വെർട്ടിക്കൽ ആക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഫസ്റ്റിൽ പോയിട്ട്, അതായത് ഈ ഫുൾ റോസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനെ കോപ്പി ചെയ്യാണ് ചെയ്യുന്നത്. അതിന് കൺട്രോൾ ഷിഫ്റ്റ് എന്ന കീ കോമ്പിനേഷൻ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് റൈറ്റ് സൈഡ് ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വരെ ഉള്ളത് കോപ്പി ചെയ്ത് കിട്ടും. അതിനെ കോപ്പി ചെയ്ത് കൺട്രോൾ സി പ്രസ് ചെയ്ത് വീണ്ടും നമ്മൾ ഈ സെല്ലിനകത്ത് പോയിട്ട് A1-നകത്ത് പോയിട്ട് ഹോം പേസ്റ്റ് സ്പെഷ്യൽ ട്രാൻസ്പോസ് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടലുള്ള എല്ലാ ഡാറ്റയും വെർട്ടിക്കലായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ? ഇനി നേരെ തിരിച്ചാക്കാനും ഇത് തന്നെയാണ്. അതായത് വെർട്ടിക്കലുള്ള ഒരു ഡാറ്റയെ നേരെ ഹൊറിസോണ്ടൽ ആക്കാനും ട്രാൻസ്പോസ് തന്നെ ഉപയോഗിക്കേണ്ടത്. എവിടെ ഉണ്ടാവുക? ഹോമിൽ പേസ്റ്റ് സ്പെഷ്യൽ ട്രാൻസ്പോസ് കണ്ടോ? ട്രാൻസ്പോസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ ഉള്ളതിനെ വെർട്ടിക്കലായിട്ടും വെർട്ടിക്കൽ ഉള്ളതിനെ ഹൊറിസോണ്ടലായിട്ടും പേസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി ഈ ഡാറ്റ നമുക്ക് റിമൂവ് ചെയ്യണം അല്ലേ? ഇത് നമുക്ക് ആവശ്യമില്ല, ഓൾറെഡി ഇത് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അതിനെ റിമൂവ് ചെയ്യാം. ഇനി ഇതിനകത്ത് ഇനി ഇതിനകത്ത് പേരുകളുള്ള ഭാഗമുണ്ട്, അതിനെ റിമൂവ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടോ നോക്കാം. ഹോമിൽ പോയി കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഹൈലൈറ്റ് സെൽ വാല്യൂസ്, ഡ്യൂപ്ലിക്കേറ്റ്. ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ. ആദ്യം ഹോം എന്ന് പറയുന്ന മെയിൻ മെനുവിൽ പോയി കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഐക്കോൺ പ്രസ് ചെയ്തു, ഹൈലൈറ്റ് സെൽ റൂൾസ് എന്ന് പറയുന്ന സബ് മെനു പ്രസ് ചെയ്തു, വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ്സ് ഒരിക്കൽ കൂടി നോക്കാം. ഹോം, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, സെൽ വാല്യൂ റൂൾസ്, ഡ്യൂപ്ലിക്കേറ്റ്സ്. ഇങ്ങനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കിട്ടും. ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല എന്നാണ് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെല്ലുകൾ ഉണ്ടാവും. ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമുക്ക് പേരുകളിലുള്ള കോണ്ടാക്റ്റിനെ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ബിക്കോസ് അവ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉള്ള ആളുകളാണ്. അവരെ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി ഉണ്ടോ നോക്കാം. ഇല്ല. ഇനി ഡ്യൂപ്ലിക്കേറ്റ് വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഗോ ടു ഹോം പേജ്, ഹോം മെനു, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, സെൽ വാല്യൂസ്, ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. അപ്പോൾ ഇത്രയും കോണ്ടാക്റ്റുകളാണ് നമുക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത്രയും കോണ്ടാക്റ്റുകളാണ് നമ്മുടെ വാട്സപ്പിൽ അഡീഷണൽ ആയിട്ട് നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ സേവ് ചെയ്യാതെ കിടക്കുന്നത്. അവ നമ്മളിവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും എക്സലിലേക്ക് കോണ്ടാക്റ്റുകൾ കൊണ്ടുവരേണ്ടത്. ആദ്യം നമ്മൾ ക്രോമിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യണം. വാട്സപ്പിനെ കണക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം ഏത് ഗ്രൂപ്പാണോ വേണ്ടത് അതിനെ സെലക്ട് ചെയ്യണം. ഗ്രൂപ്പിൻ്റെ ടൈറ്റിലിൻ്റെ മുകളിൽ മൗസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതിനകത്തുള്ള നമ്പേഴ്സിൻ്റെ ഒരു പ്രിവ്യൂ കിട്ടും. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ കോണ്ടാക്റ്റിലേക്ക് അതിൻ്റെ കോണ്ടാക്ട് ഇൻഫർമേഷൻ കോപ്പി ചെയ്ത് എക്സലിൽ കൊണ്ടുവന്ന് എക്സലിൽ ഇതുപോലെയുള്ള ക്ലീനിങ് പ്രോസസ്സ് നടത്തണം. ഹൊറിസോണ്ടലിനെ വെർട്ടിക്കലായിട്ട് കൊണ്ടുവരണം. ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള പേരുകൾ റിമൂവ് ചെയ്താൽ ബാക്കി കിട്ടുന്ന യുണീക്ക് നമ്പേഴ്സാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അഡീഷണൽ ആയിട്ട് നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റ് സേവ് ചെയ്യാതെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ കാര്യം വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻസിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഉപകരിച്ചുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.